ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അത് ഞാൻ ഒരു ബൗൾ ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് എഗ്ഗും അതുപോലെ ഷുഗറും നമുക്ക് ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഷുഗർ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്കിത് കറക്റ്റ് ആയിരുന്നു. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എസെൻസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടർസ്കോച്ച് എസെൻസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ വാനില എസെൻസോ അതല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4-5 ഡ്രോപ്സ് ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് മൈദ അതുപോലെ ബേക്കിംഗ് പൗഡറും കുറച്ച് സോൾട്ടും കൂടിയിട്ട് നമുക്കത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് മൈദയാണ്, അതുപോലെ 1.25 ഗ്ലാസ് ഷുഗറും എടുത്തിട്ടുണ്ട്. മുക്കാൽ ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലോട്ട് ഞാൻ 4 സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. പിന്നെ നമ്മൾ ഏത് ബൗളിലാണോ അതല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലൊന്ന് ഓയിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളും അതുപോലെ ഒരു ഉടയുന്ന ഗ്ലാസും ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നിലുമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഓയിൽ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഒരു പകുതി ഭാഗം ഞാൻ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഗാർണിഷിന് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെമ്പ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഗ്ലാസ്സുകളും പിന്നെ അതുപോലെ ആ ബൗളും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കാം. എനിക്കിത് ബേക്ക് ചെയ്ത് കിട്ടാൻ ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി നോക്കാം. അപ്പോൾ ഈ ടൂത്ത് പിക്കുമ്പോൾ ഒന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അത് ശരിക്കും കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് മാറ്റാം. അത് ചൂടാറിയതിന് ശേഷം തനിയെ അത് വിട്ടു പോരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ടൈം ഒന്ന് വെറുതെ വെച്ചിട്ടുണ്ടായി പുറത്ത്. അപ്പോൾ ഇത് സൈഡൊക്കെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നവർക്ക് അത് വിട്ടു പോന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമ്മൾ ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കാരണം അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ ഇത് പെട്ടെന്ന് വിട്ടു പോന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഷേപ്പ് കണ്ടില്ലേ. അപ്പോൾ എല്ലാം അത് നമുക്ക് അതേപോലെ എടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ബേക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.